ഈ നാടിനാകെ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ അബ്ദുൾ റഹീം ഒരു കൗതുകകരമായിട്ടായിരിക്കും ഒക്കെ കാണുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ സമയത്ത് ഫേസ്ബുക്ക് അടക്കമുള്ള അത്തരം സംവിധാനങ്ങൾ പോലും അബ്ദുൾ റഹീം ഉണ്ടായിരുന്നിരിക്കില്ല. അതിൽ ആ രീതിയിൽ വലിയ മാറ്റം നാടിനാകെ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ അബ്ദുൾ റഹീമിനെയും കുടുംബത്തെയും വലിയ സന്തോഷത്തിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമുക്കൊന്നും ചെയ്യുന്നുണ്ട്. ഡിവിഷൻ കൗൺസിലാണ്. നിങ്ങൾ ഉൾപ്പെടെ ദീർഘനാളത്തെ ശ്രമമാണ് ഈ കുടുംബത്തിലെ കഴിയുന്നപ്പം നിങ്ങൾ എല്ലാവരും നിലനിർത്തിലാണ് ഈ മോചനത്തിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും ഞങ്ങളെ ഈ ഉമ്മയുമായിട്ട് നാട്ടുകാർക്കൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാവരും ഇവിടെ തടിച്ചുകൂടിയ ആളുകളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മൾ ഉമ്മയുമായിട്ടുള്ള അവൻ്റെ ഒരു സമാഗമം, അതിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ്. ഉമ്മയെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. 20 വർഷത്തെ ആ ഒരു ഇടവേള ഇവിടെ കാണാതെ സംസാരിക്കാതെ നിന്ന് ആ ഒരു ഇടവേള അത് ഇന്ന് ഇവർ ഒന്നിക്കുകയാണ്. അവർക്ക് ആ ഉമ്മക്ക് ഒന്ന് കാണുക എന്നുള്ളതാണ് ഈ കേരളം ഒന്നടങ്കം അത് ഏറ്റെടുക്കാനുള്ള ഒരു കാരണം. ആ ഉമ്മ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഏതാനും സമയത്തിനകം ഇവിടെ എത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സന്തോഷത്തിൻ്റെ അത്യുന്നതിയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കാരണം ഇന്ന് പെരുന്നാൾ ദിനത്തിൽ തന്നെ ഒരു ഇരട്ടി മധുരമായിട്ട് ഈ നാടിന് മൊത്തം പ്രകൃതി സമ്മാനിച്ച ഒരു സമ്മാനം പോലെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. ബന്ധുക്കളടക്കം നിരവധി പേർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തൊട്ടു പുറകിൽ നാട്ടുകാർ ഒന്നടങ്കം ഈ വീട്ടിന് മുൻപിൽ നിലയുറപ്പിച്ച് കൂടി നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ദീർഘനാളായി അബ്ദുൾ റഹീമിനെ കണ്ടിട്ട്, മാത്രമല്ല അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ഈ ഇത്രയും നാൾ ഇടപെട്ടതിലെ എല്ലാം പ്രധാനപ്പെട്ട ആളുകൾ നാട്ടുകാരൊക്കെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം മുമ്പ് ഡിവിഷൻ കൗൺസിലടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലെന്തായാലും നാട്ടുകാർ വലിയ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ 19-ാം തീയതി മോചനം സാധ്യമാകും, അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിയുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർ അബ്ദുൾ റഹീമിന്റെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും പലഹാരങ്ങളടക്കം ഈ നാട്ടുകാർക്ക് വരുന്നവർക്ക് വിതരണം ചെയ്യാൻ പാകത്തിന് വീട്ടുകാർ കരുതിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളോട് അബ്ദുൾ റഹീം പ്രതികരിച്ചത് ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അബ്ദുൾ റഹീമിന്റെ ആദ്യ പ്രതികരണം. റഹീം ഭായ്, സ്വാഗതം. എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. നാട്ടിലേക്ക് വരാൻ ഇവിടുത്തെ വന്നിറങ്ങിയപ്പോൾ തണുപ്പും മണവും ഒക്കെ എങ്ങനെയുണ്ട് റഹീം? 20 വർഷമല്ലേ? ഡോക്ടർ അരുൺകുമാർ അല്ലേ? അതെ, ഞാൻ അരുണാണ്. അതെ, ഞാൻ തന്നെയാണ് അബ്ദുൾ റഹീം. സന്തോഷം. അപ്പൊ ഈദ് മുബാറക് റഹീം. കേരളത്തിന്റെ സന്തോഷം. ഇതാണ് അബ്ദുൾ റഹീം ഖാലിൽ നമ്മളോട് പ്രതികരിച്ചത്. 20 വർഷത്തെ കാത്തിരിപ്പല്ലേ. അബ്ദുൾ റഹീം തിരിച്ചു വരുമ്പോൾ, സാധാരണ ഒരു പ്രവാസി തിരിച്ചു വരുമ്പോൾ വീട് കാക്കുന്നത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ സ്നേഹ സമ്മാനങ്ങൾ ഉണ്ടാവുമല്ലോ. അബ്ദുൾ റഹീം തന്നെയാണ് ഈ പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും വലിയ സമ്മാനം. അതിന് സാധ്യമായ ആഗോള മലയാളികളോട് എല്ലാവരോടും നമുക്ക് നന്ദി പറഞ്ഞേ മതിയാവൂ. ആ ഉമ്മയ്ക്ക് ഇന്നൊരു മകളെ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തിരികെ വരുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലാതിരുന്ന ഒരു കാലത്ത് നിന്നാണ് അബ്ദുൾ റഹീം തിരിച്ചു വരുന്നത് 20 വർഷത്തിന് ശേഷം. അപ്പോൾ സാധ്യമാണ് പലതും നമ്മൾ ഒരുമിച്ച് നിന്നാൽ, അല്ലേ? റിയൽ കേരള സ്റ്റോറി. ഇവിടെ സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ്. നമുക്കൊരു കുഞ്ഞിട